ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് നാളെ തുടക്കം. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിൽ ചൈന സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ടിയാൻജിനിൽ നടക്കുന്ന 25ാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലും പങ്കെടുക്കും. വഴിയോര കച്ചവടക്കാർക്കായുള്ള PM സ്വനിധി പദ്ധതി പരിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. പദ്ധതി പ്രകാരമുള്ള വായ്പാ കാലാവധി 2030 മാർച്ച് 31 വരെ ദീർഘിപ്പിക്കുന്നതിന് പുറമെ വായ്പാ തുകയും വർദ്ധിപ്പിച്ചു. 50 ലക്ഷം ഗുണഭോക്താക്കളെ കൂടി പുതുതായി പദ്ധതിയുടെ ഭാഗമാക്കും. GST ഘടനാ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന വരുമാന നഷ്ടം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവശ്യവസ്തുക്കളുടെ നികുതി കുറയ്ക്കുന്നതിലൂടെ സാധാരണ ജനങ്ങളുടെ നികുതി ഭാരം കുറയ്ക്കുന്ന ഏതൊരു നടപടിയും സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. മലയോര ജനത നേരിടുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഭൂപതിവ് നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം സെപ്റ്റംബർ 15 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഭൂപതിവ് നിയമത്തിലെ ചട്ടങ്ങൾ ഇടുക്കിയിലെ ജനങ്ങളടക്കം മലയോര ജനതയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ ആശങ്കകൾക്കും ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ അറുതിയാകുമെന്നും മന്ത്രി പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം സംബന്ധിച്ച നയരേഖ എല്ലാ ജനവിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങൾ കേട്ട് മാത്രമേ സർക്കാർ തയ്യാറാക്കൂ എന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനംവകുപ്പ് തയ്യാറാക്കിയ കരട് നയ സമീപന രേഖയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കുന്ന നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ തൃക്കേൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി VN വാസവൻ നിർവഹിക്കും. സംസ്ഥാന കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും മന്ത്രിയുടെ വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും ചെലവിട്ടാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. പ്രായമായവരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ നിലവിൽ വന്നതായി മന്ത്രി R ബിന്ദു. മുൻ രാജ്യസഭാംഗം K സോമപ്രസാദാണ് കമ്മീഷന്റെ ചെയർപേഴ്സൺ. രാജ്യത്ത് ആദ്യമായാണ് വയോജനങ്ങൾക്കായി ഇത്തരമൊരു കമ്മീഷൻ രൂപീകരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 9 മാസത്തിനുള്ളിൽ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ലോക മാരിടൈം മേഖലയെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വിസ്മയിപ്പിച്ചിരിക്കുകയാണെന്ന് മന്ത്രി VN വാസവൻ. പ്രതീക്ഷിച്ചതിലും 3 ഇരട്ടിയിലേറെ ചരക്ക് കൈകാര്യം ചെയ്യാൻ തുറമുഖത്തിന് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുൻപായി നൽകുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിവരികയാണെന്ന് മന്ത്രി GR അനിൽ. 2 സീസണുകളിലായി 2,07,143 കർഷകരിൽ നിന്നും 5.81 മെട്രിക് ടൺ ലക്ഷം നെല്ല് സംഭരിച്ചിട്ടുണ്ട്. പരമ്പരാഗത കൈത്തൊഴിലുകൾ പ്രോത്സാഹിപ്പിക്കണമെന്നും അതിലൂടെ ജനങ്ങളുടെ ജീവിതവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ച് പ്രാദേശികവും പരമ്പരാഗതവുമായ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ നടന്ന 5ാമത് ലോക് സംവർദ്ധൻ പർവ് പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അഭിസംബോധന ചെയ്തു. കരകൌശല വിദഗ്ധരുടെ കുടുംബങ്ങളിൽ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലോക് സംവർദ്ധൻ പർവിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025 ഡ്യൂറൻ കപ്പ് ടൂർണമെന്റിൽ പ്രസിഡന്റ്സ് കപ്പ് നേടിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിലെ അംഗങ്ങൾ രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. ഫുട്ബോൾ ക്ലബിന്റെ ഉടമ ജോൺ എബ്രഹാമിന് ശ്രീമതി ദ്രൗപദി മുർമു പ്രസിഡന്റ്സ് കപ്പ് ട്രോഫി കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് 33 റൺസ് ജയം. കാലിക്കറ്റ് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് എടുത്തു. ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിയുന്നതിനെ തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിൽ പ്രതിസന്ധി. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം 31 തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2134 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 8.73 കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ 8.1 കിലോമീറ്റർ ഇരട്ട ടണലായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പട്ടിക വിഭാഗങ്ങളുടെ തനത് കലകളും പരമ്പരാഗത ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുന്ന നാടൻ ഉൽപ്പന്ന പ്രദർശന കലാമേളയായ ഗദ്ദികയ്ക്ക് നാളെ കൊച്ചിയിൽ തുടക്കം. കലൂർ സ്റ്റേഡിയത്തിൽ മന്ത്രി P രാജീവ് മേള ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 43 വയസ്സുള്ള സ്ത്രീയാണ് രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.